വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം. യിരെമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശയ്യാവിൻ്റെ മകനായ ആസര്യാവും കാരേഹിൻ്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട് നീ ഭോഷ്ക് പറയുന്നു. മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറയുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദായർ ഞങ്ങളെ കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ ബദ്ധന്മാരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിൻ്റെ മകനായ ബാരൂക്ക് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണമെന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല. സകല ജാതിയുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദാദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദ ശിഷ്ടത്തെ ഒക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അക്കമ്പടി നായകനായ നെബൂസർ ആദാൻ, ഷാഫാൻ്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും യിരെമ്യാ പ്രവാചകനെയും നെര്യാവിൻ്റെ മകനായ ബാരൂക്കിനെയും കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്ക് അനുസരിക്കാത്ത മിസ്രയീം ദേശത്ത് ചെന്ന് തഹ്പനേസ് വരെ എത്തി. തഹ്പനേസിൽ വെച്ച് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണുകെ തഹ്പനേസിൽ ഫറവോൻ്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ടിട്ട് അവരോട് പറയേണ്ടത്, ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവൻ്റെ സിംഹാസനം വയ്ക്കും. അവൻ അവരുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും. അവൻ അന്ന് മിസ്രയീം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഞാൻ മിസ്രയീമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ തീ വയ്ക്കും. അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഒരിടയൻ തൻ്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിസ്രയീം ദേശത്തെ
പുതുക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും. അവൻ മിസ്രയീം ദേശത്ത് ബേത്ത് ശെമരേശിലെ വിഗ്രഹങ്ങളെ തകർത്ത് മിസ്രയീമ്യ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീ വെച്ച് ചുട്ടുകളയും. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. പാപവും രോഗവും അകറ്റിയിടുവാൻ രുധിരത്തിൽ അത്ഭുത ശക്തിയെന്ന്. പാപവും രോഗവും അകറ്റിയിടുവാൻ രുധിരത്തിൽ അത്ഭുത ശക്തിയെന്ന് അറിയുവാൻ ഇവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.